നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? 2024 ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടതിനു ശേഷം അവിടെയെല്ലാം ശാന്തമാകുമെന്ന് കരുതിയവർക്ക് തെറ്റി. ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുകയാണ്. 2026 ഫെബ്രുവരിയിൽ അവിടെ പൊതുതിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. പക്ഷേ അതിനേക്കാൾ വലിയൊരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത് അമേരിക്കയും ഈ പറയുന്ന ബംഗ്ലാദേശിലെ തീവ്ര നിലപാടുള്ള ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള പുതിയ ഫ്രണ്ട്ഷിപ്പാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വലിയൊരു തലവേദനയായി മാറുകയാണ്. ജനാധിപത്യ പ്രക്രിയ ശക്തിപ്പെടുത്താനുള്ള അമേരിക്കയുടെ ശ്രമമാണോ ഇതെന്നും അതല്ല എങ്കിൽ ദക്ഷിണേഷ്യയിൽ ഇന്ത്യക്കുള്ള സ്വാധീനം കുറയ്ക്കാനുള്ള തന്ത്രപരമായ നീക്കമാണോ ഇതെന്നുമുള്ള ചോദ്യങ്ങൾ ഇന്ത്യൻ നയതന്ത്രജ്ഞരെയും അതുപോലെ സുരക്ഷാ ഏജൻസികളെയും ഒരുപോലെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. എന്താണ് ഈ നീക്കത്തിന് പിന്നിൽ? അമേരിക്ക ഇന്ത്യയെ ചതിക്കുകയാണോ? പരിശോധിക്കാം. ആദ്യം തന്നെ പറയേണ്ടത് ഇതാണ്: അമേരിക്കയുടെ വിദേശ നയത്തിൽ വന്ന മാറ്റമാണ് ഇപ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത്. വാഷിംഗ്ടൺ പോസ്റ്റ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ എല്ലാ രാഷ്ട്രീയ വിഭാഗങ്ങളുമായി ബന്ധം സ്ഥാപിക്കാനാണ് അമേരിക്കയുടെ ശ്രമം. പണ്ട് 1971 യുദ്ധസമയത്ത് ഇന്ത്യക്കെതിരെ നിന്ന് ഇസ്ലാമിക നിയമങ്ങൾക്ക് മുൻഗണന നൽകുന്ന ജമാഅത്തെ ഇസ്ലാമിയെ ഇപ്പോൾ അമേരിക്കൻ ഉദ്യോഗസ്ഥർ സുഹൃത്തുക്കളായിട്ടാണ് കാണുന്നത്. സിലറ്റിലെ ജമാഅത്ത് ഓഫീസുകളിൽ അമേരിക്കൻ പ്രതിനിധികൾ നേരിട്ട് പോയി ചർച്ചകൾ നടത്തുന്നുണ്ട്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ജമാഅത്തിനെ ഒരു പ്രധാന ശക്തിയായി വളർത്തിക്കൊണ്ടുവരാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ടോ എന്ന സംശയം ഇതോടെ വളരെ ശക്തമാണ്. ഹമാസിനെ പോലും പരസ്യമായി പിന്തുണയ്ക്കുന്ന നേതാക്കൾക്ക് അമേരിക്ക വീസ നൽകുന്നത് ഇന്ത്യയും മറ്റ് പല രാജ്യങ്ങളെയും ഒരുപോലെ ചൊടിപ്പിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെയും ന്യൂനപക്ഷങ്ങളുടെയും അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന അമേരിക്ക തീവ്രവാദ നിലപാടുകളുള്ള ഒരു പാർട്ടിയെ ജനാധിപത്യത്തിന്റെ ഭാഗമായി കാണാൻ ശ്രമിക്കുന്നത് വൈരുദ്ധ്യമായി പലരും ചൂണ്ടിക്കാണിക്കുന്നു. ഇതൊക്കെ വലിയ രാഷ്ട്രീയ അർത്ഥങ്ങളുള്ള നീക്കങ്ങളാണ്. 2026 തിരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശിൽ പ്രധാനമായും 3 ടീമുകളാണ് കളത്തിലുള്ളത്. ഒന്നാമത്തേത് BNP ആണ്, ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി. ഇവർക്ക് ഇന്ത്യയോട് അത്ര വലിയ താല്പര്യമില്ല. ഇനി രണ്ടാമത്തേത് ജമാഅത്തെ ഇസ്ലാമി. ഇവർ വന്നാൽ ഇന്ത്യക്ക് വലിയ സെക്യൂരിറ്റി ഭീഷണിയാകും. മൂന്നാമത്തേത് NCP ആണ്, നാഷണൽ സിറ്റിസൺ പാർട്ടി. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ നിന്ന് വന്ന പുതിയൊരു പാർട്ടിയാണിത്. ഇന്ത്യയുടെ വലിയ സുഹൃത്തായിരുന്ന അവാമി ലീഗും ഷെയ്ഖ് ഹസീനയും ഇപ്പോൾ സീനിലില്ല. അതുകൊണ്ട് തന്നെ ആര് ജയിച്ചാലും ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം പഴയതുപോലെ ആകില്ല എന്ന കാര്യം ഉറപ്പാണ്. ഏറ്റവും സങ്കടകരമായ കാര്യം ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥയാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അവിടെ ഹിന്ദുക്കൾക്കും അവരുടെ ആരാധനാലയങ്ങൾക്കും നേരെ വലിയ ആക്രമണങ്ങളാണ് ഉണ്ടാകുന്നത്. ദീപു ചന്ദ്രദാസ് എന്ന യുവാവിനെ ആൾക്കൂട്ടം തല്ലിക്കൊന്നതൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. അവിടെയുള്ള ഇടക്കാല സർക്കാരിന് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന ആക്ഷേപം ശക്തമാണ്. ഇത് ഇന്ത്യയിലേക്ക് അഭയാർത്ഥി പ്രവാഹം ഉണ്ടാക്കുമോ എന്ന ആശങ്കയും ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾക്ക് ഉണ്ട്. മറ്റൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 1 വർഷത്തിലേറെയായി ഇന്ത്യയിലുള്ള ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണമെന്ന് ബംഗ്ലാദേശിലെ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ഹസീനയ്ക്ക് വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. പക്ഷേ ഇന്ത്യ ഈ ആവശ്യത്തോട് ഇതുവരെ പച്ചക്കൊടി കാണിച്ചിട്ടില്ല. ഇത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. പണ്ട് നമ്മൾ കണ്ട സുവർണ കാലഘട്ടം ഇപ്പോൾ തീർത്തും അവസാനിച്ച മട്ടാണ്. ഇന്ത്യ ഔട്ട് എന്നൊരു ഒരു നിലപാടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ബംഗ്ലാദേശിലെ രാഷ്ട്രീയ ചിത്രം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യക്ക് തികഞ്ഞ ജാഗ്രത അനിവാര്യമാണ്. കേവലം ഒരു വ്യക്തിയെയോ ഒരു പാർട്ടിയോ മാത്രം പിന്തുണയ്ക്കുന്നതിന് പകരം ബംഗ്ലാദേശിലെ വിവിധ രാഷ്ട്രീയ കക്ഷികളുമായും ആശയവിനിമയം നടത്തേണ്ടത് നയതന്ത്രപരമായ ആവശ്യമാണ്. അതുപോലെ ചൈനയുടെയും പാകിസ്ഥാന്റെയും സ്വാധീനം കൂടുന്നതും തടയാൻ ഇന്ത്യക്ക് വലിയ അധ്വാനം വേണ്ടിവരും. അമേരിക്ക ജമാഅത്തെ ഇസ്ലാമിക്ക് നൽകുന്ന പിന്തുണ ഇന്ത്യയെ സംബന്ധിച്ചൊരു വലിയ റെഡ് സിഗ്നലാണ്. ബംഗ്ലാദേശിലെ സമാധാനം ഇന്ത്യയുടെ കൂടെ ആവശ്യമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.